ഭരണഘടനയും ഭരണഘടനാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ജനാധിപത്യ സംവിധാനത്തെ ക്രമാനുഗതമായി ദുർബലപ്പെടുത്തി അട്ടിമറിച്ച് ഏകാധിപത്യം സ്ഥാപിക്കാനുള്ള അധികാരി വർഗത്തിന്റെ കുൽസിത ശ്രമം തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു മുഖ്യമായ കടമ എന്ന് പറയുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം നൽകാതിരിക്കുന്നതിൽ കൂടി ജനങ്ങൾ നൽകുന്ന ഒരു സന്ദേശവും വളരെ ശക്തവും വ്യക്തവുമാണ്. കൗശലപൂർവ്വം ജനാധിപത്യം അട്ടിമറിച്ച് അധികാരം കേന്ദ്രീകരിച്ച് ഈ രാജ്യം അടക്കി ഭരിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ള സത്യം. സമ്മതിദായകർക്ക് ഇളക്കാൻ കഴിയാത്ത പാറ പോലെ ഉറച്ച ഭരണകൂടത്തെയോ ഭൗമികരമായ, അതായത് ബയോളജിക്കൽ, ജനങ്ങളെ ഭരിക്കാൻ അഭൗമികരമായ നോൺ ബയോളജിക്കൽ ദിവ്യ അവതാരങ്ങളെയോ ജനങ്ങൾ കണ്ണടച്ച് അംഗീകരിക്കില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അധികാര ലഹരിയിൽ ജനങ്ങളെ മറന്ന് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ വിട്ട് പദവികളുടെ മായാപുരികളിൽ വിരാജിക്കുന്ന ഡൽഹിയിലെ രാഷ്ട്രീയ അധികാരികളെ പിടിച്ചു താഴ്ത്തി മണ്ണിൽ ചവിട്ടണമെന്ന് പഠിപ്പിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അധികാരത്തിന്റെ യഥാർത്ഥ സ്രോതസ്സും പരമാധികാരികളും എന്നുള്ള സത്യം മറക്കരുത് എന്ന് അധികാര പ്രമത്തരായ മതമൗലികവാദികളായ അധികാരികളെ, സംഘപരിവാറിനെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. പക്ഷെ അവർ അത് ഓർക്കില്ല എന്നുള്ളത് മറ്റൊരു സത്യം മാത്രം. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഫെഡറൽ സ്വഭാവം ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സംരക്ഷിക്കുമെന്ന് ജനങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നു. സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതം നൽകാതെ വീർപ്പുമുട്ടിച്ചും പണം നൽകി പ്രലോഭിപ്പിച്ച് അധികാര ദണ്ഡ് കാട്ടി ഭീഷണിപ്പെടുത്തി മറ്റ് കക്ഷികളിൽപ്പെട്ട ജനപ്രതിനിധികളെ കാലുമാറ്റി വശത്താക്കി പ്രതിപക്ഷ കക്ഷികൾ നയിക്കുന്ന സർക്കാരുകളെ അട്ടിമറിച്ച് ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നടത്തി വരുന്ന നയങ്ങൾക്കെതിരെയുള്ള പ്രതികരണം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് BJPക്കും നരേന്ദ്രമോദിക്കും ഘടകകക്ഷികളെ പൂർണ്ണമായും ആശ്രയിക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് ജനാധിപത്യപരമായി തീരുമാനങ്ങൾ എടുക്കാൻ അവർ തയ്യാറാകുമെന്നും നിർബന്ധിതരാകുമെന്നും ധരിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് അവരുടെ ഓരോ ചെയ്തികളും നമുക്ക് ബോധിപ്പിച്ചു തരികയാണ്, നമുക്കത് വ്യക്തമാക്കി തരികയാണ്. അരക്ഷിതനായ സമഗ്രാധികാരി ജനത്തെ കൂടുതൽ ഭീതിപ്പെടുത്താനാണ് ശ്രമിക്കുക. അയാളുടെ കയ്യിലെ ഏക ആയുധം അത് മാത്രമാണ്. ജനം ഭയനിവാരണം നേടുന്നതോടെ ജനാധിപത്യം ആത്മനിർഭരമാകും. ഏകാധിപത്യ പ്രവണതകളുള്ള ചെറുതും വലുതുമായ ഭരണാധികാരികൾക്ക് അധികാരം ആത്മരതി ഉണ്ടാക്കും. അങ്ങനെയുള്ള ഭരണാധികാരിക്ക് അരക്ഷിതാവസ്ഥ വർദ്ധിക്കും. അരക്ഷിതത്വ ബോധം അവരെ കൊണ്ട് കൂടുതൽ പരാക്രമണങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. ഫാസിസ്റ്റുകൾ സൃഷ്ടിക്കുന്ന ഭയത്തിനെതിരെ, പരാക്രമണങ്ങൾക്കെതിരെ പോരാടാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഹിന്ദുത്വവാദികളുടെ അട്ടഹാസങ്ങൾക്കിടയിലും ഭൂസ്വരത നിലനിർത്താനും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രതിബദ്ധതയോടെ പ്രചാരണം നടത്താനും പോരാടാനും ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം എന്നും സഹായകരം തന്നെയാണ്. ഹിന്ദു മുസ്ലിം പ്രശ്നത്തെ ചുറ്റിപ്പറ്റി ഒരു ഉന്മാദാവസ്ഥ സൃഷ്ടിച്ച് ലിബറൽ ഹിന്ദുക്കളുടെ മനസ്സ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് RSSന്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം മാത്രമാണ്. മുസ്ലിങ്ങൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും എതിരെ വലിയ വികാരം സൃഷ്ടിക്കേണ്ടത് RSSന്റെ ഒരു ആവശ്യം തന്നെയാണ്. അങ്ങനെ ചെയ്യുന്ന പക്ഷം മതന്യൂനപക്ഷങ്ങളുടെ തുല്യ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം മുറുകെ പിടിക്കുന്നവരെയും ലിബറലുകളെയും ദേശവിരുദ്ധരും ഹിന്ദു വിരുദ്ധരുമായി ചിത്രീകരിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. BJPക്കെതിരായ അധികാരശക്തി കോൺഗ്രസ് ആണ് എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നുമുണ്ട്. മതേതരത്തെ കുറിച്ച് നിരന്തരം പറയുന്നുമുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഗാന്ധിയുടെ കാലത്തും കോൺഗ്രസിൽ ഹിന്ദു വർഗീയവാദികളുടെ വിഭാഗം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവർ അതിശക്തരായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷമുള്ള സിഖ് വംശഹത്യ ഒരു ഹിന്ദു രാഷ്ട്രത്തിന്റെ ഹ്രസ്വകാല ഏകീകരണത്തിലേക്ക് നയിക്കുകയായിരുന്നു. അതും അവരുടെ മകന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് രാജീവ് ഗാന്ധി പിന്നീട് വേലിയുടെ ഇരുവശത്തു നിന്നും കളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഹിന്ദുക്കളെ പ്രീതിപ്പെടുത്താൻ ബാബറി മസ്ജിദിന്റെ പൂട്ട് തുറക്കുക, തുടർന്ന് ശവാനോ കേസിൽ മുസ്ലിം മതമൗലികവാദികളുടെ പക്ഷം പിടിക്കുക, പിന്നീട് വന്ന നരസിംഹറാവുവിന്റെ മഞ്ഞുമൂടിയ നിഷ്ക്രിയത്വമാണ് മസ്ജിദ് തകർക്കാൻ സഹായകരമായത്. ദിവസങ്ങളും ആഴ്ചകളും ഒരുമിച്ച് കൂടിയ ശക്തികൾ മണിക്കൂറുകളോളം പൊളിക്കുന്ന ചടങ്ങ് ക്യാമറയിൽ പകർത്തിയപ്പോഴും നരസിംഹറാവു നിഷ്ക്രിയം തന്നെയായിരുന്നു. ഇന്ത്യൻ ഭരണകൂടത്തിന്റെ മുഴുവൻ ശക്തിക്ക് അത് തടയാൻ കഴിഞ്ഞില്ല എന്നത് അസംഭവ്യമായ കാര്യമാണ്. അത് ബോധപൂർവമായ ഒരു തീരുമാനമായിരുന്നു. അതെല്ലാം കോൺഗ്രസിന്റെ പ്രായോഗിക വർഗീയതയായിരുന്നു. RSS ശക്തമായി വളരാൻ പശ്ചാത്തലം ഒരുക്കി കൊടുക്കുക തന്നെയായിരുന്നു കോൺഗ്രസ്. ഇപ്പോഴും അവർ മൃദു ഹിന്ദുത്വത്തിന്റെ പാതയിൽ തന്നെയാണ് പോകുന്നത്. അധികാര ദുരയുടെ അട്ടഹാസങ്ങളും അടിച്ചമർത്തലിന്റെ ആർത്തനാദങ്ങളും തകർത്തെറിഞ്ഞ ശിഥിലമായ ചിത്രങ്ങൾ കേരളത്തിന്റെ പ്രാചീന ചരിത്ര താളുകളിൽ തെളിഞ്ഞു കിടക്കുകയാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അരയിട്ട് വാഴ്ച നടത്തിയ ആ കെട്ടകാലത്തിന്റെ ഇടുങ്ങിയ ഇടനാഴികളിൽ നിന്ന് നവോത്ഥാനത്തിന്റെ പ്രകാശപൂരിതമായ സഞ്ചാരപഥങ്ങളിലൂടെ നടത്തിയ ജൈത്രയാത്ര തന്നെയാണ് ആധുനിക കേരളം കെട്ടിപ്പടുക്കാൻ മലയാളിക്ക് പ്രചോദനമായത്. കേരളത്തിലെ ആദ്യ സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ നിയമനിർമ്മാണങ്ങളും ശക്തമായ നടപടികളും
ഭാവി സംസ്ഥാനത്തിന്റെ രൂപകൽപ്പനയ്ക്ക് അടിത്തറ പാവുകയായിരുന്നു. രാജ്യത്തെ വിസ്മയിപ്പിക്കുന്ന ഒട്ടേറെ നേട്ടങ്ങൾ കേരളം കൈയടക്കുകയും ചെയ്തു.